ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു തലശ്ശേരി സ്പെഷ്യൽ കിടിലൻ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാമുറിയാണ്. ഒരു കിടിലൻ എക്സ്ട്രാ സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനിതിലേക്ക് കുറച്ച് ഉള്ളിത്തൊലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പാത്രത്തിൽ മുട്ടത്തോട് നിന്നുള്ള കാൽഷ്യമൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഉള്ളിത്തൊലി ചേർത്താലെ കൊണ്ട് അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പോൾ ഞാൻ മുട്ടയുടെ തോടൊക്കെ എടുത്ത് കളഞ്ഞിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുക്കേണ്ടത്. 3 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ 20 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വന്നിരിക്കുന്ന പച്ചമുളകിൻ്റെ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 3 ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പോളം ഉള്ളിയാണുള്ളത്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അടുത്ത കിച്ചൺ ടിപ്പാണ്. നമ്മൾ ഈ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താലേ കൊണ്ട് ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകിൻ്റെ മിക്സും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുട്ട പുഴുങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്താലെ കൊണ്ട് നമുക്ക് മുട്ടയുടെ തോട് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കഴിയും. അത് വേറൊരു കിച്ചൺ ടിപ്പാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോ ബീഫ് ഉപ്പിട്ട് വേവിച്ചെടുത്തത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫ് കൂടുതൽ എടുത്താലെ കൊണ്ട് നമ്മുടെ ഈ ഒരു തേങ്ങാമുറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ബീഫ് കുറച്ചെടുത്താൽ അതുപോലെ ടേസ്റ്റ് കുറയുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങിയ പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചാണ് നമ്മൾ തേങ്ങാമുറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാമുറിക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങാമുറിയും കട്ട്ലറ്റും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് മുട്ടയ്ക്കകത്ത് മൈദ ചേർത്തിട്ട് അതിൽ മുക്കി പൊഴിച്ചാലെ കൊണ്ട് നമ്മുടെ ആ ഒരു ഔട്ടർ കോട്ടിങ്ങിന് നല്ലൊരു കട്ടി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു മുട്ടയെടുത്ത് അത് മൈദയ്ക്കകത്തൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുറത്തെ കോട്ടിങ്ങൊക്കെ അതിനകത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദയിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് മൈദ റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ മാവ് ചെറിയ ഉരുളയായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട വെച്ച് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മൈദയ്ക്കകത്ത് റോൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ കോട്ടിങ് ഒന്നും ഇളകി പോകത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ തേങ്ങാമുറികളും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാമുറിയെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിപ്പിംഗ് ആണ്. ഇനി നമുക്ക് ഓരോ തേങ്ങാമുറി എടുത്ത് ഈ മുട്ടയുടെ മിക്സിനകത്ത് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിനകത്ത് കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. തേങ്ങാമുറി ഉണ്ടാക്കുന്ന സമയത്ത് 2 വട്ടമാണ് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ഔട്ടർ കോട്ടിങ് നല്ല കട്ടിയായിട്ട് ഇരിക്കത്തുള്ളൂ.
ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങാമുറി മുങ്ങിക്കിടക്കേണ്ട അത്രയും എണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തേങ്ങാമുറി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ അടുത്ത തേങ്ങാമുറിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തേങ്ങാമുറി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വേണമെന്ന് വേവിച്ചെടുക്കാനൊക്കെ ഉണ്ട്. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാമുറിയുടെ ആ ടേസ്റ്റ് തന്നെ പോയി കിട്ടും. നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാമുറിയുടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ലാസ്റ്റുള്ള ഒരു തേങ്ങാമുറിയും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാമുറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ തേങ്ങാമുറിയുടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അത് തേങ്ങയുടെ ആ ഒരു ഇന്നർ പോർഷൻ കണക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ തേങ്ങാമുറി ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.